വടകരയിലെ കാഫിർ പോസ്റ്റിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നതാണ് കെ ശൈലജയുടെ നിലപാട്. ആര് ചെയ്തതായാലും അത് LDFനെ ദ്രോഹിക്കാൻ വേണ്ടിയാണ്. മാതൃഭൂമിയുടെ പേരിൽ ഇറക്കിയ വ്യാജ കാർഡിന്റെ പിന്നിൽ ഉള്ളവരെയും കണ്ടെത്തണമെന്നും കെ ശൈലജ പറഞ്ഞു. പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്നതാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. ഇത് ഇടത് കേന്ദ്രങ്ങൾ എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ MV ജയരാജനൊരു പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇടതെന്ന് തോന്നിപ്പിക്കുന്ന ചില പേരുകളിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒട്ടേറെ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിരുന്നു. ഇതതിൽ ഏത് കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല. കാഫിർ മാത്രമല്ല, ഇതിനു മുമ്പ് മാതൃഭൂമി മാതൃഭൂമി ഇതിൻ്റെ കൂടെ ഉണ്ടോയെന്നറിയില്ല, ഓൺലൈൻ പേജിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. ആ വ്യാജ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതിന് വ്യാജ പേജാണെന്ന് പറഞ്ഞു. മാതൃഭൂമിയോട് ചോദിച്ചപ്പോൾ അത് ഫേക്ക് പേജാണ്, ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞു. ആ ഫേക്ക് പേജ് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് കേസെടുത്തിട്ടുണ്ട്. അത് ഇടതുപക്ഷ പ്രവർത്തകരെയല്ല കേസെടുത്തിട്ടുള്ളത്, UDFൻ്റെ പ്രവർത്തകരുടെ പേരിൽ തന്നെയാണ് ആ കേസ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് കൃത്രിമമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ എനിക്കെതിരായിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് വരുത്തുന്ന ഒരു പോസ്റ്റ് വന്നിരുന്നു. ഇതെല്ലാം കുടുംബ സദസ്സുകളിലാണ് പ്രചരിപ്പിച്ചത്. സ്ത്രീകളുടെ അടക്കം ഇടയിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇടതുപക്ഷത്തിനുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില പ്രചരണ തന്ത്രങ്ങൾ അന്ന് സ്വീകരിച്ചിരുന്നത്. ആ ഏറ്റവും ഒടുവിൽ വന്നതാണ് ഈ കാഫിർ പ്രയോഗം.